നമസ്കാരം. 2047 സ്വാതന്ത്ര്യലബ്ധിയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ വികസിത രാജ്യമാക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യ. അതിനു മുന്നോടിയായി രാജ്യത്തെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന പുതുനീക്കങ്ങൾക്ക് കളമൊരുക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ വരുന്ന ഡിസംബർ 1 ആരംഭിക്കാനിരിക്കുന്ന പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ 12ഓളം സാമ്പത്തിക പരിഷ്കരണ ബില്ലുകളാണ് സർക്കാർ അവതരിപ്പിക്കാനായി തയ്യാറെടുത്തിരിക്കുന്നത്. സാമ്പത്തിക മേഖലയുടെ വിവിധ തലങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബില്ലുകളാണ് അവതരിപ്പിക്കപ്പെടുക. ഇതിൽ നിക്ഷേപകരെ ആകർഷിക്കാൻ ഉദ്ദേശിച്ചുള്ള ബില്ലുകളും ഉൾപ്പെടുന്നു. ഈ നീക്കങ്ങൾ സഫലീകരിക്കപ്പെടുന്നതോടെ രാജ്യത്തെ സാമ്പത്തിക വിപണി, ഇൻഷുറൻസ് തുടങ്ങിയ രംഗങ്ങളിൽ പ്രകടമായ ഉണർവുണ്ടാകുമെന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് പ്രവചിക്കുന്നത്. കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടൊരു ബില്ലാണ് ഇൻഷുറൻസ് നിയമ ഭേദഗതിക്കായുള്ള ബിൽ. രാജ്യത്തെ ഇൻഷുറൻസ് മേഖലയുടെ വളർച്ചയും വ്യാപനവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഇത്തരമൊരു ബിൽ തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപങ്ങൾക്ക് 74% നിയന്ത്രണം ഏർപ്പെടുത്തി വരുന്നുണ്ട്. ആ നിയന്ത്രണം പുതിയ ഭേദഗതിയിലൂടെ നീക്കാനും സർക്കാർ ഒരുങ്ങുകയാണ്. ഇത് രാജ്യത്ത് വിദേശ കമ്പനികൾക്കുള്ള നിയന്ത്രണത്തിൽ കാര്യമായ മാറ്റമുണ്ടാക്കും. അതിന്റെ ഫലമായി കൂടുതൽ വിദേശ കമ്പനികൾക്ക് രാജ്യത്തെ ഇൻഷുറൻസ് മേഖലയിലേക്ക് പ്രവേശിക്കാനുമാകും. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് പുതിയ ഉണർവുണ്ടാക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. 2025 ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന മറ്റൊരു ബില്ലാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഭേദഗതി ബിൽ. പാപ്പരത്ത നടപടികൾ വേഗത്തിലാക്കാനും വായ്പാദാതാക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ ബിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇതിലൂടെ വിവിധ വിഭാഗങ്ങളിലുള്ള വായ്പാ സ്ഥാപനങ്ങൾക്ക് വ്യത്യസ്ത ചട്ടങ്ങൾ ആവിഷ്കരിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോടതിക്ക് പുറത്തുള്ള സെറ്റിൽമെന്റുകൾ പ്രോത്സാഹിപ്പിക്കാനും വ്യവസ്ഥയുണ്ടാകും. ഈ ബിൽ നിയമമായി പ്രാബല്യത്തിൽ വന്നാൽ ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും വായ്പാ കുടിശ്ശിക വേഗത്തിൽ തിരിച്ചുപിടിക്കാനാകും. രാജ്യത്തെ സാമ്പത്തിക വിപണിയിലെ അനിശ്ചിതത്വങ്ങൾ ഒഴിവാക്കുന്നത് മുൻനിർത്തിയുള്ള ദി സെക്യൂരിറ്റീസ് മാർക്കറ്റ്സ് കോഡ് ബിൽ 2025 പാർലമെന്റിന്റെ ഈ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടും. ഇപ്പോൾ നിലവിലുള്ള 1992 ദി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ടും 1996 ദി ഡെപ്പോസിറ്ററീസ് ആക്ടും 1956 സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് ആക്ടും ഏകീകരിക്കുന്നതിനായാണ് പുതിയ ബിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ സാമ്പത്തിക വിപണിയിലെ നടപടിക്രമങ്ങളും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസും മെച്ചപ്പെടുത്താനാകുമെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. 2021-2022 ബജറ്റിൽ ഈ നിയമങ്ങളുടെ ഏകീകരണത്തെ സംബന്ധിച്ച പ്രഖ്യാപനം ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയിരുന്നു. ഇങ്ങനെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യയെ വികസിത രാജ്യമെന്ന തലത്തിലേക്ക് ഉയർത്തും വിധത്തിലുള്ള വിവിധ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്ത് ആവിഷ്കരിക്കാനൊരുങ്ങുന്നത്. വിവിധ തലങ്ങളിൽ സർക്കാർ ആവിഷ്കരിക്കാനൊരുങ്ങുന്ന പുതു നിയമങ്ങൾ രാജ്യത്തെ സാമ്പത്തിക മേഖലയിൽ പുതുചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം വികസിത രാജ്യമെന്ന ഇന്ത്യയുടെ അഭിലഷണീയ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല കുറഞ്ഞത് 8% വളർച്ച കൈവരിക്കേണ്ടതുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം 7.3% വളർച്ച പ്രാപിക്കുമെന്നാണ് പ്രവചിക്കപ്പെട്ടിരുന്നത്. ഇത് സാധ്യമാക്കാനായോ എന്നത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം അടുത്തു തന്നെ പുറത്തുവരും. ഇതിനിടയിൽ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം ചില വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ഇന്ത്യക്കുമേൽ US സ്വീകരിച്ച താരിഫ് നടപടി അതിലൊന്നാണ്. യുഎസിന്റെ ഇത്തരമൊരു സമീപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച സ്ഥിരമായി നിലനിർത്തുക എന്നത് അത്ര സുഗമമാവില്ല. ഇത്തരം അവസ്ഥകളെ മറികടക്കാനായാണ് കേന്ദ്ര സർക്കാർ വൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കായുള്ള ഒരുക്കം നടത്തിവരുന്നത്. പുതിയ സാമ്പത്തിക പരിഷ്കരണ നീക്കങ്ങൾക്ക് മുന്നോടിയായി കേന്ദ്ര സർക്കാർ GST നിരക്കുകളിൽ മാറ്റം വരുത്തുകയും ആദായ നികുതി പരിധി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൂടാതെ രാജ്യത്തെ തൊഴിൽ ചട്ടങ്ങളും പുതുക്കുകയുണ്ടായി. അടുത്ത കാലത്ത് നടപ്പിലാക്കിയ ഇത്തരം നീക്കങ്ങളുടെ തുടർച്ചയായാണ് ഇൻഷുറൻസ് നിയമ ഭേദഗതി, പാപ്പരത്ത നടപടികൾ സുഗമമാക്കൽ, ഓഹരി നിയമങ്ങൾ എന്നിവയിലടക്കം മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുത്തിരിക്കുന്നത്. ഇത്തരം നീക്കങ്ങൾ വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയ്ക്ക് വേഗത പകരുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.
വാർത്തയുടെ നിറം തേടി തനിനിറം.